നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കണം കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ടൈം നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ മാറി ഒരു സൈഡിൽ കിടന്നോട്ടെ, നമുക്ക് അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എപ്പോഴും ജീവിക്കുക. നല്ല എല്ലാം ശരിയാകും, എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേരെയാകും, എനിക്കും നല്ലൊരു ദിവസം ഉണ്ടാകും, നല്ല നാളുകൾ ഉണ്ടാകും, നല്ല നാളേക്കായിട്ട് ഞാൻ പരിശ്രമിക്കും എന്ന ഉറപ്പോടുകൂടി നമ്മൾ ജീവിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഉറപ്പായിട്ടും നല്ല കാലം വരും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇതുവരെയുള്ള വീഡിയോസിലെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന കമൻസ് ആണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ്, എനിക്ക് സമ്പത്ത് എന്നിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കടബാധ്യതയാണ്, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, സമാധാനമില്ല, സന്തോഷമില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കടബാധ്യത കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഒരുപാട് പേരെ അലട്ടുന്നത് കേട്ടോ. അതായത് മെയിനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട്. അപ്പം ഇതിൽ നിന്ന് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിത നിലവാരത്തിൽ നിന്ന് നമുക്ക് ഉയരണമെങ്കിൽ, നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഈ സാമ്പത്തിക ഭദ്രത നമ്മളിലേക്ക് ഉണ്ടാകണമെങ്കിൽ, പണം നമ്മളെ ആകർഷിക്കണമെങ്കിൽ, നമ്മളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, എഴുതി വെക്കുക. ഒരു ബുക്കും പേനയും എടുത്തിട്ട് വേണം കേട്ടോ ഈ വീഡിയോ കാണാനായിട്ട്. എഴുതിയെങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയുള്ളൂ, നമ്മളുടെ ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ. എല്ലാവരും ബുക്കും പേനയും എടുത്ത് റെഡി ആയിട്ടിരിക്കുവാണെങ്കിൽ ഐ ആം റെഡി എന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ. നിങ്ങളൊരു 20 മിനിറ്റ് എന്തായാലും ഈ വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചേ പറ്റുള്ളൂ. മറ്റുള്ള ജോലികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വീഡിയോ കണ്ട് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് എഴുതിയെടുത്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് നമ്മളിനി പോവുകയാണ്. അപ്പം എല്ലാവരും റെഡിയല്ലേ? റെഡിയാണെങ്കിൽ താഴെ ഐ ആം റെഡി എന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലർ നമ്മുടെ സമൂഹത്തിൽ അതിസമ്പന്നന്മാരാണ്, അവർ ആഗ്രഹിക്കുന്ന പോലൊക്കെ അവർ ജീവിക്കുന്നു, ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ജീവിതം നല്ല കളർഫുള്ളായിട്ട് ജീവിക്കുന്നു. ചിലരാകട്ടെ രാവിലെ തൊട്ട് രാത്രി വരെ അന്തിയോളം കഷ്ടപ്പെടുന്നു, പക്ഷേ അവരുടെ കയ്യിൽ ഒരു രൂപ പോലും മാറ്റി വെക്കാനില്ലായിരിക്കും. അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, അവരാഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് സ്റ്റൈൽ അവർക്ക് കണ്ടെത്താനോ, അല്ലെങ്കിൽ അവർക്ക് മണി മാനേജ്മെൻറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സമ്പാദ്യം മാറ്റി വെക്കാനോ ഒന്നും പറ്റുന്നില്ല. എന്നിട്ടും അവർക്ക് കടവായിരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ, അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നവരാണ് 2 പേരും. എങ്കിൽ പോലും അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ രണ്ടും 2 വഴിക്ക് തിരിയുന്നു, 2 ജോലികൾ നേടുന്നു. എങ്കിൽ പോലും ഒരാൾ ഭയങ്കര റിച്ചായിട്ട് ജീവിക്കുന്നു, ഒരാൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് അവരാഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി കണ്ടെത്താനോ, അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കാനോ ഒന്നും പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നു. അപ്പം 2 പേർക്കും 2 ലൈഫ് സ്റ്റൈലല്ലേ ഉണ്ടായത്. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതേപോലെ 2 വ്യക്തികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചിലർ സമ്പന്നരാകാനും ചിലർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ സ്ട്രഗിൾ അനുഭവിക്കാനും ഉള്ള കാരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മണിയുടെ ആ ഒരു എനർജി ലെവലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതാണ് കേട്ടോ. പലപ്പോഴും സംഭവിക്കുന്നത്, പല ആളുകൾക്കും സംഭവിക്കുന്നത്, മണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണത്തിന് ഒരു എനർജി ലെവലുണ്ട്. ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മളുടെ എനർജി ലെവലിനെ നമ്മൾ എത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനും പണം നമ്മളിലേക്ക് ഒഴുകിയെത്താനും നമുക്ക് പണത്തെ ആകർഷിച്ചെടുക്കാനുമായിട്ട് സാധിക്കുകയുള്ളൂ. പലരും കഷ്ടപ്പെട്ടിട്ടും പണം ഉണ്ടാക്കാൻ പറ്റാത്തതും, അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും പണം നമ്മളുടെ കയ്യിലേക്ക് നിൽക്കാത്തതിൻ്റെയും കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഫ്രീക്വൻസി ലെവല് നമുക്ക് ഉയർത്താൻ കഴിയാത്തതാണ് കേട്ടോ. അപ്പം ഈ ഫ്രീക്വൻസി ലെവല് ഉയർത്തണമെങ്കിൽ നമ്മൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്മളിൽ പല ആളുകളും ചിന്തിക്കുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യമാണ്, എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എനിക്ക് പണം അട്രാക്ട് ചെയ്യാനോ പണത്തിന് വേണ്ടി എന്താ പറയുക പണം ഉണ്ടാക്കാനോ എനിക്കൊരു കോടീശ്വരനാകാനോ ലക്ഷങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും പറ്റുക. അല്ലെങ്കിൽ ജീവിതത്തിൽ ഞാനിങ്ങനെ ദാരിദ്ര്യം അനുഭവിച്ച് ഇല്ലാണ്ടായി പോകത്തേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ സന്തോഷിക്കുന്നു, അവർ പണം ഉണ്ടാക്കുന്നു, അവർക്ക് എന്തോ ഭാഗ്യം വന്നിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ തലവര ശരിയാണ്, എൻ്റെ തലവര ശരിയല്ല, എനിക്ക് സമ്പത്തിനെ എന്താ പറയുക സമ്പത്ത് ഉണ്ടാക്കാനുള്ള കഴിവില്ല, ഇങ്ങനെ സ്വയം പറഞ്ഞ് സ്വയം
കുറ്റപ്പെടുത്തി അവനവനിൽ തന്നെ ഒരു വിശ്വാസമില്ലായ്മയാണ് പലർക്കും ഉള്ള പ്രശ്നമെന്ന് പറയുന്നത്. ചിലരൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, മറ്റുള്ളവർക്ക് എന്തോ ഭാഗ്യം വന്നിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തോ നല്ല തലവരയുണ്ട്, എനിക്ക് ആ തലവരയില്ല, പണം ഉണ്ടാക്കാനുള്ള തലവര എനിക്കില്ല, ആ ഭാഗ്യം എനിക്കില്ല, ഭാഗ്യം കൊണ്ടാണ് അവരൊക്കെ രക്ഷപ്പെടുന്നത്, എനിക്ക് ആ ഭാഗ്യമില്ല എന്നൊക്കെയാണ് പലരും ചിന്തിച്ചു കൂട്ടിയേക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ് കേട്ടോ. ഭാഗ്യം കൊണ്ട് മാത്രമല്ല നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മളിൽ തന്നെയുള്ള നമുക്ക് വിശ്വാസമില്ലായ്മയാണ് കേട്ടോ. എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ജീവിതകാലം മൊത്തം ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യും. ഇപ്പോഴുള്ള നിങ്ങളുടെ നിലവാരം എന്താണോ, സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നേരെ അത് കൂടാനാണ് ചാൻസ്. ഇങ്ങനെയുള്ള ചിന്താഗതി മൂലം നിങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു ലൈഫ് സ്റ്റൈല് നിങ്ങൾക്ക് ഉയർത്താനോ അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈല് ഉണ്ടാക്കാനോ ഒന്നും നിങ്ങൾ ഈ ചിന്താഗതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. നമ്മളുടെ ചിന്താഗതിയും നമ്മളുടെ വിശ്വാസവുമാണ് ആദ്യം മാറ്റേണ്ടത് കേട്ടോ. ഈ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മളിൽ തന്നെ നമുക്ക് ആദ്യമായിട്ടൊരു വിശ്വാസം വേണം. എന്നെക്കൊണ്ട് സാധിക്കും. പല വസ്തുക്കളും കാണുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നു ഇത് എന്ത് വില, എൻ്റെ ജീവിതകാലത്ത് ഇതെനിക്ക് വാങ്ങാൻ പറ്റില്ല. അവരൊക്കെ ഇതെല്ലാം വാങ്ങുന്നു, അല്ലെങ്കിൽ കുറേ ആഭരണങ്ങൾ എടുക്കുന്നു, വീട് വാങ്ങുന്നു, കാറ് വാങ്ങുന്നു, അവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നു, എനിക്കിതൊന്നും സാധിക്കില്ല, ഇനിയിപ്പോൾ എങ്ങനെയാണ് എന്നെ കൊണ്ട് നടക്കുക, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, എനിക്ക് ആ ഭാഗ്യമില്ല, എനിക്കിതൊന്നും നേടാൻ സാധിക്കില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ ആ ഒരു ചിന്താഗതി മാറ്റിയേ പറ്റുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണം, നിങ്ങൾക്ക് പണം സമ്പാദിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു ചിന്താഗതി, ആ ഭാഗ്യം എന്ന ചിന്താഗതി നിങ്ങൾ ഉറപ്പായിട്ട് മാറ്റിയേ പറ്റുകയുള്ളൂ. ഭാഗ്യം കൊണ്ടല്ല മറ്റുള്ളവർ പണം സമ്പാദിക്കുന്നത്, ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. നമുക്കിനി ഓരോരോ സ്റ്റെപ്പായിട്ട് പറയാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. പണം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 ഫോർമുലാസിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പണത്തെ പറ്റിയുള്ള നെഗറ്റീവ് ധാരണ, നിങ്ങളുടെ നെഗറ്റീവ് ധാരണ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആദ്യം തന്നെ മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. ചിലരൊക്കെ പറയുന്ന കാര്യമാണ് പണം സമ്പാദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വലിയ പാടാണ്, പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാട് നിറഞ്ഞ കാര്യമാണ്, എന്നെക്കൊണ്ട് ജീവിതത്തിൽ സാധിക്കാത്ത കാര്യമാണ് ഇനി ഒരു പണം സമ്പാദിക്കുക, അല്ലെങ്കിൽ കുറേ ഗോൾഡ് ഇനി വാങ്ങുക എന്നുള്ളത് എന്നെക്കൊണ്ട് ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റാത്ത കാര്യമാണ്, എന്നെക്കൊണ്ട് നടക്കാത്ത കാര്യമാണ് ഇനി സമ്പാദിക്കുക എന്നുള്ളത്, എങ്ങനെയൊക്കെ അന്നന്നത്തെ കാര്യങ്ങൾ നടന്നു പോവുക എന്നുള്ളതല്ലാതെ ഇനി സമ്പാദ്യം എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ചിലരുടെ ഒക്കെ ധാരണ അതാണ്. ഇങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പറച്ചിൽ ആദ്യം തന്നെ നിർത്തിയിട്ട് നിങ്ങളുടെ ഈ ചിന്താഗതി, ഈ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി ആദ്യം തന്നെ മാറ്റിയിട്ട് നിങ്ങൾ ഡെയിലി അഫർമേഷൻ പറയാൻ തുടങ്ങണം കേട്ടോ. നിങ്ങൾ ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യണം, അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. നിങ്ങൾ ഈ പറയുന്നതിന് പകരം നിങ്ങൾ പറയേണ്ട അഫർമേഷനാണ് പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നതിന് യൂണിവേഴ്സിന് നന്ദി, വളരെ എളുപ്പത്തിൽ പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്ന അഫർമേഷൻ നിങ്ങൾ പറയാൻ തുടങ്ങണം കേട്ടോ. നിങ്ങൾ ഇതുവരെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അഫർമേഷൻസ് പറയേണ്ടത്, എല്ലാ ദിവസവും പറയേണ്ട അഫർമേഷൻസ് എന്തൊക്കെയാണ് എന്നറിയില്ലെങ്കിൽ താഴെ അഫർമേഷൻ എന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനൊരു അടുത്ത വീഡിയോ, അഫർമേഷൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അത് നിങ്ങൾ ഡെയിലി കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിരന്തരം കേട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നന്മകൾ ഈ യൂണിവേഴ്സിൽ നിന്നും നമുക്ക് ചോദിച്ച് വാങ്ങാനുണ്ട്. ഈ നന്മകളൊക്കെ അല്ലെങ്കിൽ ഈ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് നേടാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്നതാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അഫർമേഷൻ ചെയ്യേണ്ടത് എന്നറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ അഫർമേഷൻ എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ അഫർമേഷൻ്റെ ചെയ്യാം കേട്ടോ. അപ്പം ഈ നെഗറ്റീവ് ചിന്താഗതി ആദ്യം തന്നെ മാറ്റുക എന്നുള്ളതാണ്. നമ്മളിലേക്ക് പണം ഒഴുകിയെത്തണമെങ്കിൽ നമ്മൾക്ക് പണത്തെ പറ്റിയുള്ള ആ ഒരു നെഗറ്റീവ് ചിന്താഗതി, നമുക്ക് പണം ഇനി സമ്പാദിക്കാൻ പറ്റില്ല, ഭയങ്കര സ്ട്രഗിളാണ് നമുക്കുള്ളത്, പണം സമ്പാദിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമ്മൾ തുടച്ചു മാറ്റിയേ പറ്റുള്ളൂ കേട്ടോ. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോടീശ്വരനാണ് കേട്ടോ. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് കോടികളുടെ ആസ്തിയുള്ള ഒരു സംഭവമാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സ് പണം തരികയുള്ളൂ കേട്ടോ. നമ്മൾ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എന്താ പറയുക, യൂണിവേഴ്സ് നമ്മളിലേക്ക് പണത്തെ ആകർഷിക്കാനുള്ള കാര്യങ്ങൾ, വ്യക്തികളോ അതിൻ്റെതായ വഴികളോ ഒക്കെ മനസ്സിൽ നമുക്ക് തെളിഞ്ഞു വരികയും നമുക്ക് ഈ ഒരു ധൈര്യം കിട്ടുകയും നമ്മളെ കൊണ്ട് പറ്റുമെന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പണത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ എന്നെ
കൊണ്ടൊന്നും സാധിക്കില്ല, പണം എന്നിലേക്ക് വരില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാണ്, നിങ്ങളെ കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ഒരു ലെവലിൽ തന്നെ മുമ്പോട്ട് പോവുകയുള്ളൂ. അതിനുള്ള വ്യക്തികളോ സാഹചര്യങ്ങളോ ഒന്നും നിങ്ങളുടെ മുൻപിൽ തുറക്കുകയില്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ നെഗറ്റീവ് ചിന്താഗതി മാറ്റിക്കൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് നിരന്തരം അഫർമേഷൻസ് പറയുക. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു അടുത്ത 5 വർഷത്തിനുള്ളിൽ എനിക്ക് എന്തെല്ലാം നേടണം എന്ന ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിരന്തരം അഫർമേഷൻസ് പറയുക. പണത്തിന് വേണ്ടി നിങ്ങൾ നിരന്തരം ചിന്തിക്കുക, അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നേരായ മാർഗം നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരികയും പണം നമ്മളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുകയുള്ളൂ. അല്ലാതെ പണം സമ്പാദിക്കാൻ ഭയങ്കര പാടാണ്, എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ടൊന്നും നടക്കുകയില്ല, ഞാനിങ്ങനെ കടബാധ്യതയിലൂടെ മുങ്ങി ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഉറക്കമില്ല, എനിക്ക് സമാധാനമില്ല എന്ന് പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പരാതികളാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് തന്നെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ കടത്തെ പറ്റിയും ബാധ്യതകളെ പറ്റിയും ബുദ്ധിമുട്ടിനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഈ ബാധ്യതകളും ദുരിതങ്ങളും ഒക്കെ തന്നെയായിരിക്കും. അതിനു പകരം നമ്മളുടെ ചിന്താഗതി ഒന്ന് മാറ്റുക. ഈ നെഗറ്റീവ് ചിന്താഗതി, പണത്തെ പറ്റിയുള്ള നെഗറ്റീവ് ചിന്താഗതി നിങ്ങളുടെ മാറ്റിക്കൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ മനസ്സിന് തന്നെ കൊടുക്കുക, നമ്മളിൽ തന്നെ ഒരു വിശ്വാസം കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ്? നിങ്ങളുടെ പണത്തിനോടുള്ള നിങ്ങളുടെ ചിന്താഗതി ആദ്യം തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് മാറ്റുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഫോർമുലയാണ്. അതാണ് വിഷ്വലൈസേഷൻ. അതായത് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. നമ്മൾ ഇത്രയും നേരവും പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾ പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാക്കുക, ഉറച്ചു വിശ്വസിക്കുക. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും, പണം എന്നിലേക്ക് ഒഴുകിയെത്തും എന്നുള്ള അഫർമേഷൻസ് പറയുക. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. പണത്തെ പറ്റിയുള്ള മൊത്തത്തിലുള്ള ഒരു ചേഞ്ച്, അതായത് നമ്മളുടെ മാനസിക സ്ഥിതി, പണത്തിനെ പറ്റിയുള്ള നമ്മളുടെ പേടി, ഭയം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമുക്ക് സാധിക്കില്ല എന്ന ഒരു ചിന്താഗതി മാറ്റാനായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ് കേട്ടോ. എന്താണ് വിഷ്വലൈസേഷൻ? നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളൊരു തുക കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ നിങ്ങൾ സ്വപ്നം കാണുക. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് അതിനുവേണ്ടി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് മാത്രമേ നമ്മൾ എത്തിപ്പെടുകയുള്ളൂ. അപ്പം നമ്മളുടെ ആഗ്രഹം എന്താണോ, നമ്മൾ ഏത് ലൈഫ് സ്റ്റൈലാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റി നിരന്തരം ചിന്തിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി എന്താ പറയുക, വിഷ്വലൈസ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. നമ്മളിപ്പം മെഡിറ്റേഷൻ ചെയ്യാനും അഫർമേഷൻ ചെയ്യാനും പറഞ്ഞിരുന്നു ആദ്യത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിൽ വിഷ്വലൈസേഷൻ, ഈ മെഡിറ്റേഷൻ്റെയും അഫർമേഷൻ്റെയും ഒപ്പം നമ്മൾ ഈ വിഷ്വലൈസേഷനും കൂടെ ചെയ്യണം കേട്ടോ. അതായത് എല്ലാവരും കണ്ണടയ്ക്കുക. ഞാൻ ഒരു ചെറിയൊരു ടാസ്ക് പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും കണ്ണടച്ചിരിക്കുക. ഞാനും കണ്ണടയ്ക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ അക്കൗണ്ടിൽ, എൻ്റെ അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപ അക്കൗണ്ടിലുള്ളതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ചിന്തിക്കുക, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ 10 ലക്ഷം രൂപ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അതിനുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഹാരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ യാത്ര പോകുന്നു, നിങ്ങൾ അടിച്ചു പൊളിക്കുന്നു, അങ്ങനെ നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. അപ്പം ഈ 10 ലക്ഷത്തിന് പകരം നിങ്ങൾക്ക് എത്ര തുകയാണോ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങളൊരു സിനിമ കാണുന്ന പോലെ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആവുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം നിങ്ങൾ പോകുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നു, നിങ്ങൾ കുടുംബവുമായിട്ട് എൻജോയ് ചെയ്യുന്നു, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നു, ഭയങ്കര സന്തോഷത്തിൽ നിങ്ങൾ ജീവിക്കുന്നു. ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു 10 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നു, നമ്മൾ അതിനെപ്പറ്റി എന്താ പറയുക, നമ്മൾ ആവശ്യമുള്ള പണം എടുത്ത് എൻജോയ് ചെയ്യുന്നു, നമ്മൾ സന്തോഷിക്കുന്നു, ഇപ്പോൾ ഉള്ള കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി നമ്മൾ നല്ലൊരു ലൈഫിൽ ജീവിക്കുന്നു. ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. പണത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് പണത്തിൻ്റെ എന്താ പറയുക, പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ പണത്തിൻ്റെ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹം എന്താണോ അതിനുവേണ്ടിയൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഉപബോധ മനസ്സത് വിശ്വസിക്കുകയും അതിലേക്ക് നമുക്ക് എത്താനുള്ള കാര്യങ്ങൾ, സാഹചര്യങ്ങൾ, ആളുകൾ ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വഴികൾ തുറന്ന്
തരും കേട്ടോ യൂണിവേഴ്സ്. അപ്പം യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ചോദിച്ച് വാങ്ങുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ ചോദിച്ചെങ്കിൽ മാത്രമേ യൂണിവേഴ്സ് നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ തരികയുള്ളൂ. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക, അഫർമേഷൻസ് പറയുക. അഫർമേഷൻസ് അറിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, താഴെ അഫർമേഷൻസ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അഫർമേഷൻസ് പറയുന്നതായിരിക്കുമേ. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. ഈ ഒരു സിനിമ പോലെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾക്ക് എത്ര രൂപയാണോ നിങ്ങളുടെ കയ്യിൽ വേണ്ടത്, ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ നിരന്തരം വിഷ്വലൈസ് ചെയ്യുക. അപ്പം നമ്മുടെ ഉപബോധ മനസ്സ് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നമുക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ, നമ്മളുടെ എന്താ പറയുക, ഓരോരോ ജോലികളായിട്ടും ഓരോരോ അവസരങ്ങളായിട്ടും ഒക്കെ നമ്മളുടെ മുൻപിലേക്ക് വരാനായിട്ട് തുടങ്ങും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പണത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മൾ ഓരോരോ സ്റ്റെപ്പ് വഴിയാണ് ഈ പണത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ മാത്രമേ പണം നമ്മളിലേക്ക് ആകർഷിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പണം സമ്പാദിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നമ്മളുടെ മനസ്സിനെ, ഉപബോധ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ സ്റ്റെപ്പുകളായിട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നന്ദി പറയുക. എന്താണ് നന്ദി പറയുക, എങ്ങനെയാണ് നന്ദി പറയുക? പലരും പറയുന്ന കാര്യമാണ്, ഞാൻ ഇത്രയും വർഷം ഞാൻ ജോലി ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് മാസം ഇത്രയും രൂപ ശമ്പളമേ ഉള്ളൂ, 25,000 രൂപയാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ 20,000 രൂപയാണ് നിങ്ങളുടെ സാലറി എന്ന് വിചാരിക്കുക. ആ 20,000 രൂപ കൊണ്ട് നിങ്ങൾ ഇത്രയും വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും നാൾ കൊണ്ട് ജോലി ചെയ്യുന്ന സമയം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? നിങ്ങൾ ആഹാരം വാങ്ങി, വസ്ത്രം വാങ്ങി, നിങ്ങൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആ പൈസ കൊണ്ട് നടന്നിട്ടുണ്ടല്ലേ? അപ്പം ഒരു രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 1 രൂപയെ എടുക്കാനുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ അതിന് നന്ദി പറയുക. മനസ്സിലായോ? നമ്മൾ ഇത്രയും നാൾ നമുക്ക് അനുഭവിക്കാൻ പറ്റിയ ആ ഒരു പൈസയില്ലേ, ആ ഒരു പണമില്ലേ, അതിന് നിങ്ങൾ നന്ദി പറയുക. നിങ്ങളിങ്ങനെ നന്ദി പറയും തോറും നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന്, അല്ലെങ്കിൽ കയ്യിലേക്ക് വരാനുള്ള പണത്തിന് അളവ് കൂടുകയും കൂടുതൽ യൂണിവേഴ്സ് നമ്മളിലേക്ക് അവസരങ്ങൾ തരികയും പണം വരാനുള്ള കാര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ യൂണിവേഴ്സ് വഴി നമുക്ക് നേടിയെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പം ഇപ്പം ഇതുവരെ നിങ്ങൾ അനുഭവിച്ച പണം എത്രയാണോ, ചിലരൊക്കെ പറയുന്ന കാര്യമാണ്, ഞാൻ ഇത്രയും വർഷം 5-6 വർഷം ഞാൻ പണിയെടുത്ത് എൻ്റെ കയ്യിൽ 1 രൂപ പോലും മിച്ചം വെക്കാനില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 5-6 വർഷം പണിയെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇതുവരെ നടന്നില്ലേ? നിങ്ങൾ ആഹാരം വാങ്ങി, നിങ്ങൾ വസ്ത്രം വാങ്ങി, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്തല്ലേ? അപ്പോൾ അങ്ങനെ കുറ്റം പറയാതെ, ഉള്ള പണത്തിനെ നിങ്ങൾ എന്താ പറയുക, ചിലവാക്കിയ പണത്തിനെ കുറ്റം പറയാതെ, അതിൽ നിന്ന് നിങ്ങൾ സമ്പാദിച്ചില്ലല്ലോ എന്ന് കുറ്റം പറയാതെ, നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളില്ലേ, ആ പണം കൊണ്ട്, നിങ്ങൾ ഇത്രയും സമ്പാദിച്ച പണം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളില്ലേ, അതിനൊക്കെ നിങ്ങൾ നന്ദി പറയണം കേട്ടോ. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം പണത്തോട്. അല്ലെങ്കിൽ പണത്തെ പറ്റി ഒരു പരാതിയോ അവഗണനയോ, എനിക്ക് ഇത്രയും രൂപയെ സാലറിയേ ഉള്ളൂ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും എനിക്ക് പറ്റുന്നില്ല, ഇതെനിക്കൊന്നിനും തികയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആശുപത്രി കൊടുക്കാനേ നേരമുള്ളൂ, കറണ്ട് ബിൽ ഇത്രയും രൂപയായി, ചിലരൊക്കെ പറയുന്ന കാര്യമാണ്, കറണ്ട് ബിൽ ഇത്രയും രൂപയായി, അല്ലെങ്കിൽ 1000 രൂപ 2000 രൂപ കറണ്ട് ബില്ലായി, ഇത് ഞാൻ ഇനി എങ്ങനെ അടയ്ക്കും? എന്നിട്ട് മറ്റുള്ള അടുത്തുള്ള വീടുകളിലൊക്കെ കറണ്ട് ബില്ല് ചോദിക്കുമോ, അവർക്ക് ഇച്ചിരി കുറവാണെങ്കിലോ അവർക്ക് കറണ്ട് ബില്ല് കുറവ്, എനിക്ക് ഇത്രയും കൂടുതൽ, ഞാനിതെങ്ങനെ അടയ്ക്കും, എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ, അവർക്ക് എന്നെക്കാളും ശമ്പളമുണ്ട്, എന്നിട്ട് പോലും അവർക്ക് ഇത്രയും കറണ്ട് ബില്ലേ ഉള്ളൂ, എനിക്കിതെന്ത് കൂടുതലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ, അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച പണത്തെ നിങ്ങൾ ചിലവഴിക്കുന്നതിൽ കുറ്റം പറയാതെ നിങ്ങളതിനെ നന്ദിയോടുകൂടി വരവേൽക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചിലവാക്കുന്ന ഓരോ പൈസയും ചിലവാക്കുമ്പോൾ എന്ന് പറഞ്ഞ് നിങ്ങൾ തൂർത്തടിച്ച് മൊത്തത്തിൽ ചിലവാക്കാനല്ല പറയുന്നത്. ഓരോ രൂപ നമ്മൾ ചിലവാക്കുമ്പോഴും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചിലവാക്കുക. അതുപോലെ തന്നെ നമുക്ക് പണം ഇതുവരെ തന്നതിന്, നമ്മളുടെ ഓരോരോ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ദൈവം നമുക്ക് പല വിധത്തിൽ പണം തരുന്നില്ലേ? നമുക്ക് കഷ്ടപ്പെടാനുള്ള മനസ്സ്, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം തന്നു, നമുക്ക് കഷ്ടപ്പെടാൻ പറ്റുന്നു, പണം ഉണ്ടാക്കുന്നു. ഈ ഓരോരോ രൂപ ചിലവാക്കുന്നതിനും നമ്മൾ നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലുണ്ടാകുക. നമ്മൾ നിരന്തരം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം കേട്ടോ. എഴുതി വെക്കുകയോ ഓരോ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും, എന്നെക്കൊണ്ട് സാധിച്ചല്ലോ, എനിക്ക് ഒരു കാര്യം വാങ്ങാൻ പറ്റിയല്ലോ, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു നന്ദി നമ്മൾ ദൈവത്തോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പറയുമ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ, പണത്തെ പറ്റിയാണെങ്കിൽ കൂടുതൽ പണം നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് കാരണമാകും. അല്ലാതെ നമ്മൾ പണത്തെ നിരന്തരം കുറ്റം പറയുകയും അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചിലവാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളിൽ നിന്ന് പണം
അകന്നു പോകാനാണ് കാരണമാകുന്നത്. അപ്പം നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് തൊട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുക. നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കാൻ പറ്റിയ പണത്തിന്, നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റിയ പണത്തിന്, നിങ്ങളുടെ കയ്യിലേക്ക് വന്ന ഓരോ രൂപയ്ക്കും നിങ്ങൾ നന്ദി പറയുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പണം ചിലവാക്കുമ്പോൾ ഉള്ള ചിലരുടെ ഭയമാണ് കേട്ടോ. ആ ഒരു ഭയത്തെ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ ഭയക്കാതെ, അല്ലെങ്കിൽ ചിലരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു ഷോപ്പിങ്ങിന് പോയി അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി കൃത്യമായ ധാരണയൊന്നുമില്ലാതെ ഓടി അലച്ച് നടന്ന് എല്ലാം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കാണുന്നത് വാങ്ങിക്കൂട്ടും. എന്നിട്ട് വാങ്ങി ബില്ലടിക്കാൻ വരുമ്പോഴത്തേനും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലിയൊരു എമൗണ്ട് ആയിരിക്കും ബില്ലിൽ കാണിക്കുന്നത്. അപ്പോൾ ടെൻഷനാകും. പിന്നെ അത് എന്നാലും വിചാരിക്കും, ഇത് എടുത്തേക്കാമെന്ന് പറഞ്ഞ് വിചാരിക്കും. പക്ഷെ അവർക്കുള്ള പ്രശ്നം എടുക്കുന്നതേ സാരമില്ല. അത് കഴിഞ്ഞിട്ട് അവർ ആ ഒരു ദിവസം വീട്ടിൽ വന്ന് കഴിഞ്ഞു അവർക്ക് പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. എൻ്റെ പൈസ എല്ലാം തീർന്നു പോകും, ഞാൻ കടം വാങ്ങിച്ച പൈസയായിരുന്നു, ഞാൻ ഇത് ഇത്രയും മൊത്തം തീർന്നു പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതിലും പണം കൂടുതൽ ചിലവായി, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ കടം എങ്ങനെ വീട്ടും, അങ്ങനെയുള്ള പല പല ചിന്തകളും ടെൻഷനുകളുമാണ്. അതായത് പണം തീർന്നു പോകുമോ, അല്ലെങ്കിൽ ഞാൻ ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണോ എന്ന ടെൻഷൻ. ഈ ഒരു ടെൻഷൻ നമ്മൾ മാറ്റണം കേട്ടോ. നമ്മൾക്ക് കൃത്യമായ ധാരണ, നമ്മൾ പണം ചിലവാക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്, നമ്മൾ ആവശ്യത്തിനുള്ള കാര്യങ്ങളാണോ വാങ്ങി കൂട്ടുന്നത് എന്നുള്ളത് കൃത്യമായ ധാരണയോടുകൂടി മുമ്പോട്ട് പോകണം കേട്ടോ. ആവശ്യമില്ലാതെ പണം ചിലവാക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, ഒരു പണത്തിനൊരു ടൈറ്റ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു, നമ്മൾ മനുഷ്യൻ്റെ കാര്യമാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളുടെ കയ്യിൽ നിന്നും പണം ചിലവായി എങ്കിൽ അതിനെപ്പറ്റി നിരന്തരം ടെൻഷൻ അടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പണം നഷ്ടമായല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു സമയം എനിക്ക് വന്നല്ലോ, കഷ്ടകാലം എനിക്ക് വന്നല്ലോ, ഇത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് ചിന്തിച്ച് അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചിരിക്കാതെ നിങ്ങൾക്ക് ഒരു ശുഭാപ്തി വിശ്വാസം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റും, ഈ കടങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഈ പ്രയാസങ്ങളും ഒക്കെ എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ കയ്യിൽ നിന്നും ഈ പോയ പണം അതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു മനോഭാവമായിരിക്കണം നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത് കേട്ടോ. അല്ലാതെ ആ ഒരു നിരാശയും ആ ഒരു പേടിയും ഭയം, പണത്തെ പറ്റിയുള്ള ആ ഒരു ഭയമല്ല നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത്. മറിച്ച് എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് ഈ പോയതിലും കൂടുതൽ എന്നെക്കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, എന്നെക്കൊണ്ട് നേടാനായിട്ട് സാധിക്കും, പണം എന്നിലേക്ക് ഒഴുകി എത്തുന്നതിന് നന്ദി. അങ്ങനെ അഫർമേഷൻസ് പറയുക. നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അഫർമേഷൻസ് പറയുക, വിഷ്വലൈസേഷൻ ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും, ഈ യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെക്കൊണ്ട് പണം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള തോട്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഒരു ഭയം എന്ന കാര്യം നിങ്ങൾ മാറ്റിവെക്കുക. നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ ഈ ഭയം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ കൃത്യമായ ധാരണ, നമ്മൾ എന്തിനൊക്കെയാണ് ചെലവഴിക്കുന്നത്, ഇപ്പം ഇതെനിക്ക് ആവശ്യമുണ്ടോ, ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ കാണുന്നതെല്ലാം വാങ്ങാതെ, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടാതെ ഇതെനിക്ക് ആവശ്യമുള്ള സാധനമാണോ, അല്ലെങ്കിൽ എനിക്ക് ഇത് വാങ്ങിച്ചത് കൊണ്ട് ഇത് പാഴായി പോകാതെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ രൂപയും ചെലവഴിക്കുക. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക, കൂടുതൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. അപ്പം ഈ ഒരു ഭയം നമ്മളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് കാരണമാകും കേട്ടോ. അപ്പം നാലാമത്തെ കാര്യവും നമ്മൾ പറഞ്ഞു, പണം തീർന്നു പോകുമോ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പണം ഉണ്ടാക്കാൻ സാധിക്കില്ലേ, ഈ പണം എൻ്റെ കയ്യിൽ നിന്നും പോയല്ലോ എന്ന് ഉള്ള നിരാശയും ഭയവും നിങ്ങൾ മാറ്റിയെടുക്കുക. പകരം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോവുക. ഇതിൽ കൂടുതൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റും, ചിലവാക്കുന്നതിന് നന്ദി, ചിലവാക്കാൻ എൻ്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടായല്ലോ അതിന് നന്ദി പറഞ്ഞ് തുടങ്ങുക. ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ. അതായത് നിങ്ങൾ പണം ഉണ്ടാക്കാനുള്ള ആക്ഷൻ എടുക്കുക, പ്രവർത്തികൾ ചെയ്യുക. അതായത് നിങ്ങൾക്കൊരു ജോലിയില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലിയിലുണ്ട്, അതിൽ ശമ്പളം കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുക, നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ മറ്റുള്ള ജോലികൾ ചെയ്യുക, അങ്ങനെ പണം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ചിലരൊക്കെ പറയുന്ന കാര്യമാണ്, ഭയങ്കര കടത്തിലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം അനുഭവിച്ചിരിക്കുന്നൊരു പ്രതിസന്ധിയിലായിരിക്കും, അവർ നിരന്തരം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ആരെങ്കിലും സഹായിക്കണേ, അല്ലെങ്കിൽ എനിക്കൊരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അത് അടിക്കണേ. ചിലപ്പോൾ അവർ ലോട്ടറി പോലും എടുക്കുന്നില്ലായിരിക്കും. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ലോട്ടറി എടുക്കാത്ത ഒരാളായിരിക്കും, എന്നിട്ട് പോലും അവർ പറയുന്നത് എനിക്കൊരു ലോട്ടറി അടിച്ചാൽ മതിയായിരുന്നു. ഒരു പ്രത്യേകിച്ച് അതിനു വേണ്ടി, അതായത് പണം ഉണ്ടാക്കാൻ, കടം മാറാൻ വേണ്ടി, കടക്കണിയിലാണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി യാതൊരു ആക്ഷനും എടുക്കാതെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുമോ?
അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പണം നിങ്ങളിലേക്ക് വന്നത്? ഒരിക്കലുമില്ല. നമ്മൾ നമ്മളുടേതായ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി പ്രവൃത്തികൾ ചെയ്തേ പറ്റുള്ളൂ. ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. കൂടുതൽ ജോലിയുള്ള ഒരാളാണെങ്കിൽ ആ സാലറി തികയുന്നില്ല എങ്കിൽ കൂടുതൽ നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. പല അവസരങ്ങൾ വേണ്ടി ശ്രമിക്കുക. പല വ്യക്തികളോട് ചോദിക്കുക. ഇന്നപോലെ ജോലിക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ലേ. എല്ലാ ജോലിക്കും അതിൻ്റെതായ എന്താ പറയുക അന്തസ്സുണ്ടല്ലേ. അപ്പം മറ്റുള്ളവരോട് ജോലിക്ക് വേണ്ടി തിരക്കുക. പല വഴിയെ നമ്മൾ ചോദിച്ചെങ്കിൽ മാത്രമേ, യൂണിവേഴ്സിനോട് പോലും നമുക്ക് ചോദിച്ചെങ്കിൽ മാത്രമേ നന്മകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുക. കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാകുക. നിങ്ങളുടെ മനസ്സിനെ അതിനുവേണ്ടി പ്രാപ്തമാക്കുക. എപ്പോഴും നല്ല എനർജറ്റിക്കായിട്ട് എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ തകരില്ല, നല്ല മനഃശക്തി, നമ്മളുടെ മനസ്സിനുള്ളിൽ നല്ല മനഃശക്തി ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനും നമ്മളുടെ കടക്കണിയിൽ നിന്നും ഒക്കെ മാറി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമ്മളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു മൂലക്കിരുന്നു കൊണ്ട് കരഞ്ഞു പിടിച്ച് നമ്മളെപ്പോഴും പരാതികൾ പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്കിത് വേണം അത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. കഷ്ടപ്പെടാനുള്ള മനസ്സ്, നമുക്ക് കഷ്ടപ്പെടണം, നമുക്ക് ഇന്ന ജോലികൾ ചെയ്താൽ ഇത്ര രൂപ സാലറി കിട്ടും, അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ശ്രമിക്കുക. പിന്നെ ലോട്ടറി എടുക്കാത്ത ഒരാൾ ലോട്ടറി അടിക്കണേ എന്ന് പറഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കുമോ? ഇല്ലല്ലേ. ലോട്ടറി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം അതേന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന, നിങ്ങൾ കഷ്ടപ്പെടാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കഷ്ടപ്പെട്ട് അധ്വാനിക്കുക. എല്ലാവർക്കും അധ്വാനിച്ചാൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം മറ്റുള്ളവർ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പലരും പറയുന്ന കാര്യമാണ്, അവർക്ക് ഒരുപാട് സമ്പത്തുണ്ടല്ലോ, എന്നെ ഒന്ന് സഹായിച്ചുകൂടെ, അവരെത്രയെന്ന് പറഞ്ഞാണ് നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അവർ കഷ്ടപ്പെട്ട് അവരുടെ ആരോഗ്യം ഉറക്കമെല്ലാം നഷ്ടപ്പെടുത്തി അവർ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നു. നമ്മളിവിടെ ഒരു മൂലയ്ക്കിരുന്ന് കരഞ്ഞു പിടിച്ച് നമ്മളുടെ സമയം വെറുതെ കളഞ്ഞുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുവാണ്, അവരെന്നെ സഹായിച്ചാൽ മതിയായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടേനെ, എനിക്ക് സന്തോഷിക്കാൻ പറ്റിയേനെ, അവർ കുറച്ച് പൈസ തന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. അങ്ങനെ ഒന്നും പരാതി പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല കേട്ടോ. അവരും സമ്പാദിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ ആയുസ്സും ആരോഗ്യവും ഉള്ളപ്പോൾ നമുക്ക് നല്ല പ്രായത്തിൽ നമ്മൾ കഷ്ടപ്പെടുക, നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ ചെയ്യുക, സമ്പാദിക്കണം എന്ന ആ ഒരു ഉറപ്പ്, ദൃഢനിശ്ചയം, നമുക്ക് പണം വേണം എന്നുള്ള ആഗ്രഹം, അതിയായ ആഗ്രഹം, നേടണം എന്നുള്ള ആ ഒരു വാശി, ഇതൊക്കെ നമ്മൾ എല്ലാം കൂടെ ഒത്തിണങ്ങിയാൽ മാത്രമേ നമുക്ക് പണത്തെ സമ്പാദിക്കാനും ഈ പണത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നമ്മളുടെ ഫ്രീക്വൻസി ഉയർത്താനും സാധിക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു മൂലക്കിരുന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഫ്രീക്വൻസി ഉയരില്ല. നിങ്ങൾ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്നും കൂടുതൽ താഴേക്ക് പോകുന്നതല്ലാതെ നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകില്ല ജീവിതത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പണത്തെ പറ്റിയുള്ള ആ ഭയം മാറുകയും പണം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം തീവ്രമാവുകയും ആ ഒരു ലക്ഷ്യബോധത്തിലേക്ക് നിങ്ങൾക്ക് എത്താനും പണത്തെ ഒരു ഭയം കൂടാതെ അതിനെ സ്വീകരിക്കാനും യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരാനും ഒക്കെ തയ്യാറാവും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഈ 5 കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രീക്വൻസി ലെവല് ഉയർത്താൻ വേണ്ടിയാണ്, പണത്തോടുള്ള നമ്മളുടെ കാഴ്ചപ്പാട് ഉയർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം ഉപകാരപ്പെട്ടെങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളുടെ ഓരോ അഭിപ്രായവും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ ഓരോ അഭിപ്രായങ്ങളും കാണാറുണ്ട്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോസിന് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, ലൈക്ക് വരുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഞാൻ നിങ്ങളോടെല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.